എല്ലാവർക്കും ലോറ ഗ്രീൻസ് ഇൻഡോർ പ്ലാന്റ് ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു CC പ്ലാന്റ് എങ്ങനെ സെറാമിക് പോട്ടിൽ റീപ്ലാന്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സെറാമിക് പോട്ടിൻ്റെ അടിയിൽ കുറച്ച് ക്ലേ ബോൾ ഇട്ട് കൊടുക്കാം. ഈ ക്ലേ ബോൾ ഇടുന്നത് കൊണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഫിൽറ്ററായി താഴേക്ക് വരും. അപ്പോൾ മണ്ണൊക്കെ നമ്മൾ വെക്കുന്ന സർഫസിലാവാതിരിക്കും. കുറച്ച് ഇൻഡോർ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് CC പ്ലാന്റ് അതിൻ്റെ പ്രൊഡക്ഷൻ പോട്ടിൽ നിന്ന് മാറ്റി നമുക്ക് സെറാമിക് പോട്ടിലേക്ക് വയ്ക്കാം. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് പോട്ടി മിക്സ് ഫില്ല് ചെയ്യാം. ആദ്യമായി ഇൻഡോർ പ്ലാന്റ് വെക്കുന്നവർക്കും ലൈറ്റ് കുറഞ്ഞ ഏരിയയിൽ വെക്കാനും പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ കുറഞ്ഞതുമായ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് CC പ്ലാന്റ്. തുടക്കക്കാർക്ക് ഏറ്റവും നന്നായി പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് CC പ്ലാന്റ്. ഇപ്പം നമ്മൾ പോട്ട് ചെയ്യുന്ന ഈ പ്ലാന്റ് നമുക്ക് ടേബിൾ ടോപ്പായിട്ടോ കോർണറിലൊക്കെ ചെറിയ ടേബിളിലൊക്കെയോ അങ്ങനെയൊക്കെ ടീപ്പോടെ മേലെ എവിടെ ഇങ്ങനെ ചെറിയ സ്റ്റാൻഡിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സൈസാണ്. മീഡിയം സൈസ് പ്ലാന്റും പോട്ടുമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. CC പ്ലാന്റിൻ്റെ അടിയിൽ കിഴങ്ങാണുള്ളത്. അപ്പോൾ അത് വെള്ളം അബ്സോർവ് ചെയ്ത് വെക്കുകയും 15 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചാലും മതി. ഇതിന് കിഴങ്ങായതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ വാട്ടർ ചെയ്താൽ ഇത് ചീഞ്ഞു പോവും. എന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോയിട്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി അത് ചീഞ്ഞു പോവും. അത് വെള്ളം ഓൾറെഡി അബ്സോർവ് ചെയ്ത് വെക്കുന്ന കിഴങ്ങുള്ള ചെടി ആയതുകൊണ്ട് തന്നെ അത് ചീഞ്ഞു പോവും. CC പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഗ്രീൻ കളർ ലീവ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്ലൈസിങ്ങും അതിൻ്റെ കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണോ എന്ന് പോലും തോന്നിപ്പോവും. അതുപോലെ നല്ല തിളങ്ങി നിൽക്കുന്ന ചെടിയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗിയിൽ മണ്ണൊന്നും കാണാതെ നല്ല രസമായിട്ട് ഇൻഡോർ വയ്ക്കാൻ പറ്റും. ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം മറക്കരുത്. പുതിയ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.